ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരു ടെക്നോളജി മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ അവസരങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുതാത്ത ഒരു അവസരത്തിന് അപേക്ഷിക്കുന്നതിനുള്ള സമയമാണിപ്പോൾ. JEE മെയിൻ 2025 ജോയിൻ്റ് എൻട്രൻസ് എക്സാം മെയിൻ 2025 അതിൻ്റെ ആദ്യ സെഷന് ഉള്ള ആപ്ലിക്കേഷൻ്റെ സമയം ആയിരിക്കുന്നു. പരീക്ഷ 2 സെഷനുകളായിട്ടാണ്. ജനുവരിയിലും ഏപ്രിലിലുമായി 2 സെഷനുകളുണ്ട്. 2 സെഷനുകളും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ സെഷന് വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള സമയമാണ്. ഇനി JEEയെക്കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എലിജിബിലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുക, എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളുമെല്ലാം ഒന്ന് മനസ്സിലാക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ഇന്ത്യ പ്രസ്. JEE മെയിൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ സ്വപ്നതുല്യമായ ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ ഈ പറഞ്ഞ ജോയിൻ്റ് എൻട്രൻസ് എക്സാം. അത് ഏപ്രിലും ജനുവരിയുമായി 2 സെഷനുകളായിട്ടായിരിക്കും നടക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് സെലക്ഷൻ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഇതിലൂടെയുള്ള സെലക്ഷൻ NITകൾ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുമാത്രമല്ല കേന്ദ്ര സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള BTech, BE, BArch, B പ്ലാനിംഗ് ഇത്തരം കോഴ്സുകളിലേക്ക് ഉള്ള ഓപ്ഷൻ സെലക്ഷനാണ്. ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞാൽ കോഴിക്കോട് NITയിലേക്കുള്ള സെലക്ഷൻ JEE മെയിൻസിലൂടെയാണ് നടക്കുക. അതുപോലെ തന്നെ കോട്ടയത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അഡ്മിഷൻ നടക്കുന്നത് JEE മെയിൻസിലൂടെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യ സെഷൻ ജനുവരി 22-നും 31-നും ഇടയ്ക്കായിരിക്കും നടക്കുക. രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 1-നും ഏപ്രിൽ 8-നും ഇടയ്ക്കായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. 2 ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ നടക്കുക. അതായത് രാവിലെ 9 മുതൽ 12 വരെ ഒരു ഫസ്റ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അതുപോലെ ഉച്ചയ്ക്ക് 3 മുതൽ 6 മണി വരെ സെക്കൻഡ് ഷിഫ്റ്റും ഉണ്ടാവും. പേപ്പർ 2A 2B ഇത് രണ്ടും അഭിമുഖീകരിക്കുന്നവർക്ക്, രണ്ടും അറ്റൻഡ് ചെയ്യുന്നവർക്ക് 3.5 മണിക്കൂറായിരിക്കും പരീക്ഷാ സമയം. ഇതിനകത്ത് ഒരാൾക്ക് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, ഒരു സെഷൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 2 സെഷൻ തിരഞ്ഞെടുക്കാം. ഈ 2 സെഷനും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൽ ബെറ്റർ സ്കോർ ഏത് സെഷനാണോ കിട്ടുന്നത് അതായിരിക്കും അവരുടെ മാർക്കായിട്ട് വരിക. അപ്പം ഈ 2 ഓപ്ഷനുണ്ട്. 2 സെഷനും അറ്റൻഡ് ചെയ്ത് അതിൽ മികച്ച സ്കോർ കിട്ടുന്ന സെഷൻ ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ചില കാൻഡിഡേറ്റ്സ് ഒരു സെഷനെ അറ്റൻഡ് ചെയ്യാറുള്ളൂ, ചിലത് 2 പേരും 2 എണ്ണവും അറ്റൻഡ് ചെയ്യും. കാരണം ഇതിലേതിലാണ് നന്നായിട്ട് സ്കോർ ചെയ്യുക എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസരം ഇവർ നമുക്ക് നൽകുന്നുമുണ്ട്. അപ്പോൾ ഇതിലെ ബെറ്റർ സ്കോർ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ഇത് കണക്കാക്കുന്നതെന്നൊക്കെയുള്ള രീതി വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് സമയപരിമിതി കൊണ്ട് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി മനസ്സിലാക്കാം. ഇനി നമുക്ക് പരീക്ഷയെക്കുറിച്ച് ഒന്ന് നോക്കാം. അതിനകത്ത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 2 പേപ്പറുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതിനകത്ത് തന്നെ പേപ്പർ 1 അതിനകത്ത് BTech പ്രോഗ്രാമുകളിലേക്കുള്ള പരീക്ഷയാണ്. ഈ പേപ്പർ 1 പ്രവേശനം നടത്തുന്നത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ BTech ഈ 2 പ്രോഗ്രാമിലേക്കുള്ളതാണ്. അവിടെ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്റ്റുകളിൽ നിന്നുള്ള MCQs ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും അതിനകത്തുണ്ടാകുക. എല്ലാ വിഷയങ്ങളിൽ നിന്നും 2 ഭാഗങ്ങളിലായിട്ട് 25 ചോദ്യങ്ങൾ വീതം ഉണ്ടാവും. അങ്ങനെ ആകെ 300 മാർക്കിലായിരിക്കും പേപ്പർ ഈ ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഈ പേപ്പർ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ തന്നെയായിരിക്കും. അതായത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയും. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് ആദ്യത്തെ പേപ്പർ 1 BTech BE ആണെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്നത് BArch അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ് ടെസ്റ്റ് ഈ 3 വിഭാഗങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുക. അതിനകത്ത് മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷകളായിരിക്കും. അതേസമയം ഡ്രോയിങ് ടെസ്റ്റ് നടത്തുന്നത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും. കാരണം ഡ്രോയിങ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതുമാത്രം ഓഫ്ലൈൻ മോഡിലായിരിക്കും നടക്കുക എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് 3 ഭാഗങ്ങളിലായിട്ട് 77 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് മാത്തമാറ്റിക്സും
ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങും, ഇത് മൂന്നിലൂടെയായിട്ട് 77 ചോദ്യങ്ങളുണ്ടാവും. ഇതിനെല്ലാം കൂടെ ആകെ 400 മാർക്കാണ് നമ്മളുടെ പേപ്പർ 2വിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് പേപ്പർ 2B എന്ന് പറയുന്നത് പ്ലാനിങ്, അതായത് ബി പ്ലാനിങ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള പേപ്പറാണ് ഈ പേപ്പർ 2B എന്ന് പറയുന്ന പേപ്പർ. അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, പ്ലാനിങ് എന്ന് മേഖല വരുന്നുണ്ട്. അപ്പം മാത്തമാറ്റിക്സിൻ്റെ ഒരു പരീക്ഷ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു പ്ലാനിങ് ടെസ്റ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലായിട്ട് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ടാണ് നടത്തുക. 100 ചോദ്യങ്ങളുണ്ടാവും, 400 മാർക്കായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ ശരി ഉത്തരങ്ങൾക്ക് 4 മാർക്ക് വെച്ച് കൊടുക്കും. 2ലും ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് വീതം നഷ്ടപ്പെടും. ഇനി പരീക്ഷയുടെ സിലബസ്, ഇതിലെന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ JEE മെയിൻസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ കയറി ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഒന്ന് നോക്കാം. ഇനി നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് വരാം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് +2 ആണ് അടിസ്ഥാന യോഗ്യത. +2വിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾക്കും യോഗ്യത അവർ കൊടുക്കുന്നുണ്ട്. ഇനിയും പരീക്ഷ എഴുതിയവരെക്കുറിച്ച് അല്ലെങ്കിൽ റിസൾട്ട് വന്നവരെക്കുറിച്ച് പറയുമ്പോൾ 2023-24 പാസ് ഔട്ട് ബാച്ചുകൾ, അതായത് 23-ലും 24-ലും +2 കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. അതുപോലെ 2025-ൽ പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്ക്, അതായത് +2 പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. പിന്നെ ഈ പരീക്ഷയുടെ കാര്യം, യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ, എലിജിബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ, BTech കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഫിസിക്സ് മാത്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ BTechന് വേണ്ടിയിട്ട് ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിനോടൊപ്പം കെമിസ്ട്രിയോ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി, ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ഇതിലേതെങ്കിലും ഒന്നാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. അതേസമയം ആർക്ക് ആണെങ്കിൽ +2 തലത്തിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ള ഒരു നിഷ്കർഷയുണ്ട്. ഇനി പ്ലാനിംഗ് ആണെങ്കിൽ നിങ്ങളുടെ +2 എന്നുള്ള എലിജിബിലിറ്റിയോടൊപ്പം മാത്സ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുകൂടി അവർ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വെബ്സൈറ്റിൽ കയറി ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷിൽ, ഹിന്ദി, മലയാളം ഉൾപ്പെടെയുള്ള റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാനുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലും ലക്ഷദ്വീപിലും മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള അവസരമുണ്ട്. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് അവസരമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഹിന്ദിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആകാറുണ്ട്. അപ്പോൾ ഇത്തരം റീജിയണൽ ലാംഗ്വേജസിൽ വേണമെന്ന് ഉണ്ട് എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആവശ്യപ്പെട്ടിരിക്കണം. നമുക്ക് ഏത് ലാംഗ്വേജ് വേണം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കണം. അത് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളം എന്ന് കൊടുത്തു, പക്ഷേ നമുക്ക് പിന്നീട് തോന്നി ഇംഗ്ലീഷ് മതി, അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, JEE എൻട്രൻസിന് പ്രായപരിധി, നീറ്റ് പോലെ തന്നെ പ്രായപരിധിയില്ല. ലോവർ ഏജ്, ഹയർ ഏജ് എത്രയായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം. ഇനി എക്സാം സെൻറ്ററുകളുടെ കാര്യത്തിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റർ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, പയ്യന്നൂർ, ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, മൂവാറ്റുപുഴ, ഈ സ്ഥലങ്ങളിലെല്ലാം പരീക്ഷാ സെൻറ്ററുകളുണ്ടാവും. നമുക്ക് പല സെൻറ്ററുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സെൻറ്റർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഒരു സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സെൻറ്റർ ലഭിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈനാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ അത് ഏത് ലിങ്കാണ് ഉപയോഗിക്കേണ്ടത്, അത് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറഞ്ഞ്, ലിങ്ക് ഫോർ ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ഇട്ടേക്കാം. അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നവംബർ 22 അവസാന തീയതി. അവസാന തീയതി വരെ ഞാൻ എല്ലാ ടെസ്റ്റുകളുടെയും കാര്യത്തിൽ പറയാറുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. 9 മണി, വൈകിട്ട് 9 മണി നവംബർ 22 ആണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ അതിന് മുമ്പ് വെൽ എഹെഡ് തന്നെ അപ്ലൈ ചെയ്ത് സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ഫീ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ UPI, ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ ഫീസ് നമുക്ക് അടയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുള്ള ലിങ്കിലുണ്ട്. അതെല്ലാം കയറി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. കാരണം JEE മെയിൻസ് എന്നൊക്കെ പറയുന്നത് ഒട്ടനവധി പേരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് ഒന്ന് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ NITസിൽ അല്ലെങ്കിൽ IIITസിൽ ഒക്കെ നമുക്ക് ഒരു അഡ്മിഷൻ സ്വപ്നതുല്യമായ ഒരു ശോഭനമായ ഭാവിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമാണ്. ഏറ്റവും മനോഹരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.